ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രീ ബ്രൈഡൽ സ്കിൻ കെയർ ചലഞ്ചിലെ 7ാമത്തെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ഷെയർ ചെയ്യുന്നത് ഒരു ഫേഷ്യലാണ് കേട്ടോ. ഡയമണ്ട് ഫേഷ്യലാണ് ചെയ്യുന്നത്. മാസത്തിൽ ഇത് ഒരു പ്രാവശ്യം ചെയ്താൽ മതിയാവും. അപ്പോൾ നമുക്ക് ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ് നോക്കാം. ഒരു 15 വയസ്സ് മുതൽ മുകളിലേക്കുള്ള എല്ലാ ഏജിലുള്ളവർക്കും യൂസ് ചെയ്യാം. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും യൂസ് ചെയ്യാം. ഇത് നമുക്ക് പകൽ ടൈമിൽ എപ്പോഴും വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. കാരണം ഇതിനകത്ത് സൺസ്ക്രീൻ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ നമുക്ക് ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്തൊക്കെയാണ് നോക്കാം. നമ്മുടെ സ്കിൻ നല്ലപോലെ ബ്രൈറ്റൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഡാർക്ക് സ്പോട്ട്സ് ഉണ്ടെങ്കിൽ അത് കുറയ്ക്കും. പിഗ്മെന്റേഷൻ മാറ്റും. ഡിസ്കളറേഷൻ മാറ്റും. അതുപോലെ തന്നെ പിമ്പിൾസ് മാർക്സ് ഉണ്ടെങ്കിൽ മാറ്റും. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഫേഷ്യൽ മാസത്തിൽ ഇങ്ങനെ ഓരോന്നായിട്ട് ഇതങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മൗത്തിന് ചുറ്റുമുള്ള ഒരു പിഗ്മെന്റേഷൻ, അതുപോലെ തന്നെ നമുക്ക് മൂക്കിന്റെ മുകളിൽ ആ ഒരു വര, സ്റ്റണ്ടാൻ, അതൊക്കെ മാറി സ്കിൻ നല്ല ഗ്ലോയിങ് ആക്കി വെക്കാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻ വരുന്നതിന് തലേദിവസം അല്ലെങ്കിൽ 2 ദിവസം മുമ്പൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ടുള്ള റിസൾട്ടും നമുക്ക് കിട്ടും. അപ്പൊ നമ്മുടെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് ന്യൂഡിന്റെ ഫേഷ്യൽ കിറ്റ് ആണ് കേട്ടോ. ഇത് വന്നിട്ട് ഡയമണ്ട് ഫേഷ്യൽ ആണ്. അപ്പൊ ഇതിന് നിങ്ങൾക്ക് വിചാരിക്കുന്ന പോലെ പാരബൻ, കെമിക്കൽസ്, അങ്ങനെ പ്രിസർവേറ്റീവ് കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ല. പാരബൻ ഫ്രീ ആണ്, കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള പ്രോഡക്ട്സ് ആണ്. അതുപോലെ തന്നെ 30 മിനിറ്റ്സ് DIY മേക്ക്-ഓവർ ഫേഷ്യൽ കിറ്റ് ആണ്. ഡയമണ്ട് ഫേഷ്യൽ ആണ് കേട്ടോ. ഇതിന്റെ MRP ഞാൻ പറയാം. ഇതിന്റെ MRP വന്നിട്ട് 355 രൂപയാണ്. ഇത് എപ്പോഴും ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ എപ്പോഴും ഡിസ്കൗണ്ട് ഉണ്ടാവും. ഞാൻ ഇന്നലെയും കൂടി നോക്കുമ്പോൾ 288 രൂപ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ നല്ല അഫോർഡ് ചെയ്യാൻ പറ്റുന്ന നല്ല അഫോർഡബിൾ റേറ്റിലാണ് നമുക്ക് കിട്ടുന്നത്. ഇതിനകത്ത് 6 സ്റ്റെപ്പാണ് വരുന്നത് കേട്ടോ. എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒന്ന് ക്ലെൻസിങ് മിൽക്ക്. ഫേഷ്യൽ സ്റ്റെപ്പുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഇതിനകത്ത് എക്സ്ട്രാ ഉള്ള ഒന്നുണ്ടെങ്കിൽ സൺസ്ക്രീൻ ആണ് കേട്ടോ. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു സംഭവമാണ്. പക്ഷെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഈ 355 രൂപ കൊടുത്താൽ നമ്മൾ ഇത് വാങ്ങിച്ചാൽ ഒറ്റ യൂസിലേക്ക് മാത്രമല്ല, നമുക്കൊരു 2 പ്രാവശ്യം കൂടി യൂസ് ചെയ്യാനായിട്ടുണ്ട്. മൊത്തത്തിൽ 3 പ്രാവശ്യം എന്തായാലും ഉപയോഗിക്കാനായിട്ടുണ്ടാവും. ഇതിന്റെ പാക്കേജിങ് കണ്ടിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ. എങ്ങനെ പോലും ഒരു 3 പ്രാവശ്യം ഇത് യൂസ് ചെയ്യാനായിട്ടുണ്ടാവും. സ്റ്റോർ ചെയ്യുമ്പോൾ നല്ല എയർ ടൈറ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യാന്നുള്ളതാണ് കേട്ടോ. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പം ഇതുപോലെയാണ് വരുന്നത് കേട്ടോ. ഇതിനകത്ത് ഫസ്റ്റ് വന്നിട്ട് നമ്മുടെ ക്ലെൻസിങ് ആണ്. രണ്ടാമത്തേത് നമുക്ക് എക്സ്ഫോളിയേറ്റർ സ്ക്രബ്ബർ ആണ് വരുന്നത്. മൂന്നാമത്തത് മസാജിങ് ക്രീമാണ്. നാലാമത്തത് ഫേസ് മാസ്ക്. അഞ്ചാമത്തത് ഫേസ് സിറം. ആറാമത്തത് സൺസ്ക്രീൻ. സാധാരണ ഫേഷ്യൽ കിറ്റിനകത്ത് ഫേസ് സിറത്തിന് പകരം ഫേസ് ക്രീം ആയിരിക്കും വരുന്നത്. ഇതിനകത്ത് ഫേസ് സിറവും എക്സ്ട്രാ നമുക്ക് സൺസ്ക്രീനുമാണ് വരുന്നത് കേട്ടോ. അപ്പൊ അത് ഭയങ്കര അഫോർഡബിൾ ആയിട്ട് എനിക്ക് തോന്നി. അതുപോലെ തന്നെ ഭയങ്കര ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് തോന്നൂലേ. അങ്ങനെ ഇതുപോലത്തെ 6 ഷീറ്റ്സ് ആണ് വരുന്നത് കേട്ടോ. ഇങ്ങനെയാണ് ഉണ്ടാവുക. അപ്പൊ ഞാൻ പറഞ്ഞ മാതിരി ഇതിനകത്ത് കുറച്ചധികം ക്വാണ്ടിറ്റി ഉണ്ട്. നമ്മുടെ ഫേസിലേക്കും നെക്കിലേക്കും വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിലേ ആവശ്യം വരുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇത് എനിക്ക് തോന്നുന്നു ഒരു 3 പ്രാവശ്യം മൊത്തത്തിൽ എന്തായാലും യൂസ് ചെയ്യാനായിട്ടുണ്ടാവും. അപ്പൊ ഈ ഒരു റേഞ്ചിന് ഇത് ഭയങ്കര അഫോർഡബിൾ തന്നെയാണ്. പിന്നെ ഞാൻ പറഞ്ഞ മാതിരി ഞാൻ ഇന്നലെ ആമസോണിൽ നോക്കുമ്പോൾ 288 രൂപയുള്ളൂ. എന്തായാലും ലിങ്കും കാര്യങ്ങളും എല്ലാം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പൊ നമുക്ക് എന്തായാലും ഈ ഒരു ഫേഷ്യൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. എങ്ങനെയുണ്ട് ഇതിന്റെ വിസിബിൾ ആയിട്ടുള്ള റിസൾട്ട് എന്ന് നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബിന്റെ ഒപ്പം തന്നെ ഒരു ബെല്ലൈക്കൺ വരും. അപ്പോൾ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാമെങ്കിലാണ് പുതിയ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് വീഡിയോസിന്റെ എല്ലാ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. വീഡിയോസ് എല്ലാം മിസ് ചെയ്ത് കാണാനും പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ആദ്യം ക്ലെൻസിങ് മുതൽ തുടങ്ങാം. ആദ്യം നമുക്ക് ചെറിയൊരു ഹോൾ ഇട്ടാൽ മതിയാവും. ഒരുപാട് വലിയ ഹോൾ ഇടരുത്. കാരണം നമുക്ക് പിന്നെയും യൂസ് ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ എയർ അധികം അതിനകത്തേക്ക് കയറാത്ത രീതിയിൽ ചെറിയൊരു ഹോൾ ഇട്ട് ആവശ്യത്തിന് മാത്രം ക്ലെൻസർ എടുക്കുക. അതിനുശേഷം നമ്മുടെ ഫേസിലും നെക്കിലും അപ്ലൈ ചെയ്ത് നന്നായിട്ട് മസാജ് ചെയ്യുക. ഒരു 2 മിനിറ്റോളം ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന വെറ്റായിട്ടുള്ള ടവൽ ഉപയോഗിച്ച് തുടയ്ക്കാം. അതല്ലെങ്കിൽ ഇതുപോലെ നമ്മുടെ സ്പഞ്ച് ഉപയോഗിച്ച് നനച്ച് തന്നെ തുടയ്ക്കണം കേട്ടോ. നന്നായിട്ട് തുടച്ചെടുക്കാം. നെക്സ്റ്റ് നമുക്ക് എക്സ്ഫോളിയേറ്റ് ചെയ്യുന്ന സ്ക്രബാണ്. അതും നമ്മുടെ ഫേസിലേക്ക് ആവശ്യമായിട്ടിന് മാത്രം എടുക്കുക. അതിനുശേഷം നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. നല്ലപോലെ തന്നെ സ്ക്രബ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉള്ളിടത്തും അതുപോലെ തന്നെ നെക്കിലേക്കും ചെയ്യാനായിട്ട് മറക്കുകയും ചെയ്യരുത്. നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. സ്ക്രബിങ് ഒരു 2 മിനിറ്റ്സ് ചെയ്തതിന് ശേഷം നല്ല നനഞ്ഞ ടവൽ ഉപയോഗിച്ച് തുടച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതും ഒരു 2 മിനിറ്റ് ചെയ്താൽ മതിയോ. എന്നിട്ട് നന്നായിട്ട് തുടച്ചെടുക്കുക. ഇനി നമ്മൾ മസാജിങ് ക്രീമാണ്. ഈ മസാജിങ് ക്രീമും നമ്മുടെ ആവശ്യത്തിനുള്ള ക്വാണ്ടിറ്റിയിൽ മാത്രം എടുക്കുക. അതിനുശേഷം ഫേസിൽ അപ്ലൈ ചെയ്ത് ഒരു 10 മിനിറ്റോളമെങ്കിലും 5 മുതൽ 10 മിനിറ്റോളം നമ്മൾ നന്നായിട്ടൊന്ന് മസാജിങ് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് ബ്ലഡ് സർക്കുലേഷൻ കൂടാനും നമ്മുടെ ഫേസുകൾ, പാടുകൾ, ബ്ലെമിഷസ് ഒക്കെ മാറി സ്കിൻ ഭയങ്കരമായിട്ട് ഗ്ലോയിങ് ആവാനും നല്ല സോഫ്റ്റ് ആവാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ സാധാരണ ഇത് ഇത്രയും സ്റ്റെപ്പ് ചെയ്യുമ്പോൾ ചിലരുടെ സ്കിൻ ഭയങ്കരമായിട്ട് റെഡിഷ് ആയ മാതിരി തോന്നും. അത് നമ്മുടെ ഒരു സ്കിൻ ടൈപ്പിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് കേട്ടോ.
അപ്പോൾ അത് കണ്ടിട്ട് പേടിക്കേണ്ട, കാരണം ഓരോരുത്തരുടെ സ്കിൻ അങ്ങനെ ഒരുപാട് മസാജ് ചെയ്യുമ്പോൾ ഇങ്ങനെ ചുമക്കില്ലേ, അങ്ങനെ ചുമക്കുന്നതാണ്. നന്നായിട്ട് വൈപ്പ് ഓഫ് ചെയ്യുക മസാജിങ് കഴിഞ്ഞതിന് ശേഷം. അതിനുശേഷം നമുക്ക് ചെയ്യേണ്ടത് നെക്സ്റ്റ് ഫേസ് മാസ്ക് ഇടുക എന്നുള്ളതാണ് കേട്ടോ. ഇത് നമ്മൾ സാധാരണ പോലെ 20 മിനിറ്റ് വെക്കേണ്ട ആവശ്യമില്ല, 10 മിനിറ്റ് മാത്രം വെച്ചാൽ മതിയാവും ഈ മാസ്കും. അതും നമ്മൾ ആവശ്യത്തിനുള്ള ക്വാണ്ടിറ്റി എടുക്കുക, ഫേസിലും നെക്കിലും അപ്ലൈ ചെയ്യുക, എന്നിട്ട് 10 മിനിറ്റ് വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ, ഡ്രൈ ആവാൻ വേണ്ടിയിട്ട്. 10 മിനിറ്റ് വെയിറ്റ് ചെയ്യുമ്പോൾ തന്നെ നന്നായിട്ട് ഇത് ഡ്രൈ ആവും. ഒരുപാട് കട്ടിക്ക് ഇടേണ്ട ആവശ്യമില്ല, വളരെ തിന്നായിട്ടുള്ളൊരു ലെയറായിട്ട് ഇട്ടാൽ മതിയാവും കേട്ടോ. അപ്പോൾ ഞാൻ 10 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം നന്നായിട്ട് വൈപ്പ് ഓഫ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ നല്ല ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ബ്രൈറ്റ്നസ് നമുക്ക് സ്പോട്ടിൽ തന്നെ കിട്ടും. സ്ക്രബിങ് കഴിയുന്നത് മുതൽ നമുക്ക് നല്ല ബ്രൈറ്റ്നസ് വരും കേട്ടോ. നന്നായിട്ട് വൈപ്പ് ഓഫ് ചെയ്യണം, എന്നിട്ടൊന്ന് പാറ്ററൈ ചെയ്ത് കൊടുക്കണം. തുടച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് ഫേസറാണ് ഇടുന്നത്. ഇത് നല്ലൊരു ഗോൾഡൻ ഗ്ലിറ്ററി ആയിട്ടുള്ളൊരു നല്ല അടിപൊളിയായിട്ടുള്ളൊരു സിറോണ് കേട്ടോ. അതും നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അത് നന്നായിട്ട് മസാജ് ചെയ്ത് സ്കിന്നിലേക്ക് അബ്സോർബ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിനകത്ത് തന്നെയുള്ള സൺസ്ക്രീൻ മസ്റ്റായിട്ടും ഫോളോ ചെയ്യണം. ഇപ്പോൾ സാധാരണ നമുക്ക് സൺസ്ക്രീൻ എല്ലാ ഫേഷ്യൽ കിറ്റിലും ഉണ്ടാവില്ല, ഇതൊരു വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നി. അതും അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിലെടുത്ത് ഫേസിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് നല്ല പോലെ തന്നെ മസാജ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നെക്കിലേക്കും ഇറക്കി അപ്ലൈ ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ ഈ ഒരു ഫേഷ്യൽ നമുക്ക് പകൽ ടൈമിൽ വേണമെങ്കിലും ചെയ്യാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സൺസ്ക്രീൻ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് കേട്ടോ. അപ്പം എപ്പോഴായാലും ഉപയോഗിക്കുമ്പോൾ സൺസ്ക്രീൻ ഉപയോഗിക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, നല്ല അടിപൊളിയായിട്ടുള്ള ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ബ്രൈറ്റ്നസ്, നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഗ്ലോ വന്നിട്ടുണ്ട്. നമുക്ക് ചീക്ക് ബോൺസ് ഒക്കെ കണ്ടു നന്നായിട്ട് ഇങ്ങനെ തിളങ്ങുന്നുണ്ട്, നല്ലപോലെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി നമുക്കിത് ഒരു 3 യൂസിന് എന്തായാലും ഉണ്ടാവും. ഇനിയും ഒത്തിരി ബാക്കി ഉണ്ട് കേട്ടോ, ഒരു 3 പ്രാവശ്യത്തിന് മേലെ വരുമെങ്കിലേ ഉള്ളൂ. പിന്നെ ഓരോരുത്തരുടെ ഫേസിന്റെ വലിപ്പമൊക്കെ വ്യത്യസ്തമായിട്ടായിരിക്കുമല്ലോ. എൻ്റെ അത്യാവശ്യം ഒരു മീഡിയം സൈസ് ഫേസാണ്, ചിലപ്പോൾ ഫേസ് വലിപ്പമുള്ളവരുണ്ടാവും, അതുപോലെ തന്നെ നെക്കിന് വണ്ണമുള്ളതൊക്കെ. അപ്പോൾ അങ്ങനെ എങ്ങനെ പോയാലും ഒരു 3 ടൈംസ് നിങ്ങൾക്ക് ഈ ഒരു ഫേഷ്യൽ ചെയ്യാനുണ്ടാവും. അപ്പോൾ 3 മാസം ചെയ്യാനുള്ള പ്രോഡക്റ്റ് ഉണ്ടാവും. പിന്നെ ഇത് എയർ ടൈറ്റ് ആയിട്ടുള്ള ടിന്നിൽ വല്ലതും ഇട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കുക കേട്ടോ. നമ്മൾ ഇവിടെ വരെ കൊണ്ടുവന്ന് വെച്ച് നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം ഇതിങ്ങനെ താഴേക്ക് സ്വൈപ്പ് ചെയ്ത് നമ്മൾ ഇവിടെ വരെ കൊണ്ടുവന്ന് ആക്കി വെക്കണം കേട്ടോ. അങ്ങനെ ചെയ്യണം, അതല്ലെങ്കിൽ ചിലപ്പോൾ കേടായിപ്പോകും, കാരണം ഇതിനകത്ത് ഇങ്ങനെ എയർ കയറിയിട്ട്. പിന്നെ വന്നിട്ട് ഞാൻ പറഞ്ഞ മാതിരി അങ്ങനെ ചെയ്തതിന് ശേഷം എല്ലാതും ഒരു നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ടിന്നിലിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുക കേട്ടോ. എങ്കിലേ നമുക്കിത് വീണ്ടും യൂസ് ചെയ്യാനായിട്ട് പറ്റും. കാരണം ഇതിന് നമ്മൾ ഓൾറെഡി പൊട്ടിച്ചിട്ടില്ല, സീലറോ അല്ലെങ്കിൽ നമുക്കിങ്ങനെ ക്യാപ്പ് തുറക്കാൻ പറ്റിയിട്ടുള്ളൊരു കവറോ അല്ലല്ലോ. അപ്പോൾ അത് നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയാവും. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, നല്ല അടിപൊളിയായിട്ടുള്ളൊരു ചേഞ്ചാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് എൻ്റെ ഒരു ഫീഡ്ബാക്ക് അറിയിക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ ഈ ഒരു റേറ്റിൽ ഇത് അടിപൊളിയായിട്ടുള്ള, മാസത്തിൽ ഒരു തവണ ചെയ്യാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഫേഷ്യൽ തന്നെയാണ്. പിന്നെ ഞാൻ പറഞ്ഞ മാതിരി ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ ഉണ്ട്. എല്ലാത്തിൻ്റെയും ലിങ്കും കാര്യങ്ങളും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. പിന്നെ വന്നിട്ട് എന്താണ്, ഒരു 300 റുപ്പീസിനകത്ത് എന്തായാലും ഉണ്ടാവുള്ളൂ. നിങ്ങൾ ആമസോണിൽ നിന്നോ മറ്റെവിടെ നിന്നെങ്കിലും വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഓഫർ എന്തായാലും ഉണ്ടാവും. അപ്പോൾ ആ ഒരു റേഞ്ചിന് ഇത് 3 പ്രാവശ്യം ചെയ്യാനുള്ളത് ഭയങ്കര അഫോർഡബിൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിനി ഒരു പുതിയ വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.